ഒന്ന് മാറിക്കേ. എന്തേ ഞങ്ങൾ വാങ്ങാൻ വന്നാ അങ്ങ് പുറകെ പോയി നിന്നേച്ചാ മതി. എന്താ സംഭവം നിങ്ങൾക്ക് ആർക്കും ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല അല്ലെ? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പാലക്കാട് ആദ്യമായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് കൂടിയിട്ട് ഒരു മീറ്റപ്പ്, നമ്മുടെ സ്വന്തം DJ അമ്യൂസ്മെന്റ്സ് ആണ് ഈ പരിപാടി നടത്തുന്നത്. ആദ്യമായിട്ട് പോണോണ്ട് തന്നെ അതിന്റെ എല്ലാ ടെൻഷനും ഞങ്ങളുടെ മുഖത്ത് കാണാം. U-turn അടിച്ച് തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോ നമുക്ക് പരിചയമുള്ള കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി പിടിച്ച് വന്ന ടെൻഷൻ അതുപോലെ തിരിച്ച് വണ്ടി പിടിച്ച് പോയി. നമ്മുടെ കവനെ ഫേമസ് ആക്കിയ അക്ഷരെ അവിടെ ഉണ്ട്. ആൻഡ്രോയിഡ് വിട്ടിട്ട് എന്തിനാ ജ്യൂസ് കുടിക്കുന്നത്? തിന്നലാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. പരിപാടി 3 മണിക്ക് തുടങ്ങും പറഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് എല്ലാവരും എത്തിയെങ്കിലും പരിപാടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ്. ചോറെപ്പോഴാണ് കിട്ടാന്ന് ഞാൻ ചോദിച്ചു കൊടുത്തു, പക്ഷെ അവള് പറഞ്ഞില്ല എപ്പോഴാണ് കിട്ടാന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ലാഗ് അടിച്ചു. മാത്രമല്ല കുറെ ആൾക്കാരിനെ പരിചയപ്പെടുകയും ചെയ്യും. ഇങ്ങനെയെന്നറിയില്ല, ഒരേ വൈബിളുള്ള കുറെ എണ്ണത്തിനെ മഷി ഇട്ട് ഈ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. പാലക്കാട് ആദ്യമായിട്ടുള്ള മീറ്റപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ അവിടെ ഡ്രോൺ ഒക്കെ ഉണ്ടായി. ഒരു ഡ്രോൺ ഇല്ലാണ്ടായാലൊന്നും ഞങ്ങളെ കൊള്ളൂലല്ലോ. പിന്നെ കുറച്ചുകൂടെ കഴിവുള്ളവര് അവിടെ പാട്ട് പാടി പ്രസംഗിച്ചു, അങ്ങനെ പരിപാടികളൊക്കെ അടിപൊളിയായി. പിന്നെ അവരുടെ വക ഒരു മെന്റലിസ്റ്റ് ഷോ കൂടെ ഉണ്ട്. കുറെ മെന്റലാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് മുൻകൂട്ടി പരിപാടി സെറ്റാക്കിയ പോലെ ഉണ്ട്. കുറെ നേരം പരിപാടി എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. പിന്നെ വിളി വന്ന ഫുഡ് എവിടെയാണെങ്കിലും നമ്മൾ അവിടെ എത്തണം എന്നാണല്ലോ. ഫുഡിനൊരു കോംപ്രമൈസും ചെയ്യാണ്ട് അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾക്ക്. ആപ്പിൾ കണ്ടതും അക്ഷര അവളുടെ തനി സ്വരൂപം അങ്ങോട്ട് പുറത്ത്. എല്ലാരും കൂടിയിട്ട് ഫോട്ടോസ് എടുക്കാണ്ട് പോകണ ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത് എല്ലാരും അങ്ങോട്ട് പരിപാടിക്ക് പോകണമെന്ന് 2-3 വട്ടം ആലോചിച്ചെങ്കിലും മിസ് ചെയ്യാത്തത് എന്തുകൊണ്ടും വേർത്ത് ആയിരുന്നു. അപ്പൊ എന്നെത്രയ്ക്കുള്ളൂ.